ആക്ഷേപത്തിന് അതേ രീതിയിലുള്ള മറുപടി എന്ന രീതിയിലാണ് പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുന്നവർ പറയുന്നത് കേട്ടോ. കാരണം ഇങ്ങോട്ട് നീ പോ മോനെ ദിനേശ എന്ന് പറയുന്നു, അപ്പോൾ തിരിച്ചങ്ങോട്ട് ഡാഷ് മോനെ രേവന്ത മറുപടി പിന്നാലെ വരുമെന്ന് പറയുന്നു. നോക്കൂ, അത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് രേവന്ത് റെഡ്ഡി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മര്യാദകളുടെ സീമ ലംഘിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. വേണമെങ്കിൽ നമുക്ക് മറ്റേ പറഞ്ഞതുപോലെ ഒരു ഔചിത്യക്കുറവുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഡയലോഗാണ്. ആ സിനിമ ഡയലോഗ് അദ്ദേഹം ആദ്യം പറയുന്നുമുണ്ട്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ പറയാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിണറായി വിജയന്റെ ഭരണത്തിലുള്ള സമയം കഴിഞ്ഞു, അദ്ദേഹത്തിന് ടാറ്റ ബൈ ബൈ കൊടുത്ത ആൾക്കാർ വിടുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തുടക്കത്തിൽ പോ മോനെ ദിനേശ അതല്ല എന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് പോ മോനെ വിജയൻ. വിജയ എന്നൊന്നും പറയുന്നില്ല, പോ മോനെ വിജയൻ, പോ മോനെ വിജയൻ. അതായത് പോ മോനെ ദിനേശ എന്ന് പറയുന്നതിൽ ദിനേശ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്ത് പിണറായി ആണ്. എന്നിട്ട് പറയുന്നുണ്ട് യുവർ ടൈം ഈസ് ഓവർ, യുവർ എക്സ്പയറി ഡേറ്റ് ഈസ് ഓവർ. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു വെൽഫെയർ ഗവേണൻസ് കോൺഗ്രസിന് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അതിനെ വളരെ ലൈറ്ററായിട്ട് വേണമെങ്കിൽ കാണാം, അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ അടുത്തിടെ ഒരു യൂട്യൂബ് ഇന്റർവ്യൂവിൽ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, കടക്ക് പുറത്ത് എന്നത് മാറിയിട്ട് നമുക്കിനി കയറി വാ മക്കളെ എന്ന് പറയണമെന്ന്. അപ്പോൾ ആ ഇൻസ്റ്റന്റിൽ, ഒരു പ്രീ പ്ലാൻഡും അല്ലാത്ത ആ ഒരു ഇൻസ്റ്റന്റിൽ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഗോഡ് ഫാദർ പറയുന്നത് പോലെ കയറി വാ മക്കളെ എന്നാണ് ഞാനിപ്പോൾ പറയുന്നതെന്ന്. എന്ന് വെച്ചാൽ സിനിമകളെക്കുറിച്ച്, സിനിമ ഡയലോഗുകളെക്കുറിച്ച്, അത് ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റുകളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള പിണറായി വിജയന് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ പറഞ്ഞിരുന്ന പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള സമയം കഴിഞ്ഞു, ടാറ്റ ബൈ ബൈ, ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മറുപടി പറയുന്ന സമയത്ത് ഡാഷ് മോനെ എന്നൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ അത് എമ്മാതിരി തെമ്മാടിത്തമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ശുദ്ധ തെമ്മാടിത്തമല്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം അതിനു മുമ്പ് കുറച്ച് ലെക്ചർ എടുത്തിരുന്നു, ശ്രദ്ധിച്ചല്ലോ മഞ്ജുഷ്. അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ പറയാൻ പാടില്ല, മുഖ്യമന്ത്രിമാർ ഇങ്ങനെ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്ന് അവർ സ്വയം ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ശ്വാസത്തിൽ ആ നാക്ക് വായിലേക്ക് ഇട്ടില്ല. എന്നിട്ട് ഉടനെ തന്നെ അദ്ദേഹം പറയുകയാണ് ഡാഷ് മോനെ അതിനുള്ള മറുപടി പിന്നെ കിട്ടുമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ മറുപടി തരുമെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അതിന് മറുപടി പിന്നാലെ പറയുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരും, എന്റെ സർക്കാർ തന്നെ ഇവിടെ വരും, അത് നിങ്ങളോട് ജനങ്ങൾ പറയും. അപ്പൊ അത് സിനിമ ഡയലോഗിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അറിയാതെ അല്ലല്ലോ മറുപടി പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം അതിനുശേഷം കൂടുതൽ ഡോസ് കൂടിയ തെറി വീണ്ടും വിളിക്കുമെന്നല്ലല്ലോ പറഞ്ഞത്. പക്ഷെ ഡാഷ് മോനെ എന്നൊരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് മര്യാദയാണോ അല്ലയോ? ഞാൻ പറഞ്ഞത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ പാനലിസ്റ്റുകളിൽ ആരെങ്കിലും, ശ്രീ ജയചന്ദ്രൻ അത് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എങ്കിലും നീ പോ മോനെ വിജയൻ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമാണ് എങ്കിൽ, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കിതിരെ കേസെടുക്കാൻ കഴിയുമോ?